ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. താനൂർ തണൽ മരം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം 26 നടക്കുന്ന ഭിന്നശേഷി വധുവരന്മാരെ കണ്ടെത്തുന്ന മഹാസംഗമത്തിന്റെ ആലോചനാ യോഗം ചേർന്നു. താനൂർ തണൽമരം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 26 എറണാകുളം തമ്മനം പള്ളിപ്പടി MPM ഓഡിറ്റോറിയത്തിൽ ഭിന്നശേഷി വധുവരന്മാരെ കണ്ടെത്തുന്ന മഹാസംഗമം നടക്കുകയാണ്. വളരെ മഹത്തായ ഒരു ദൗത്യത്തിലാണ് നമ്മളുള്ളത്. 2025 ഫെബ്രുവരി 26 തമ്മനം പള്ളിപ്പടി MPM ഓഡിറ്റോറിയത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള വധുവരന്മാരെ കണ്ടെത്തുന്ന മഹാസംഗമം നടക്കുകയാണ്. 1000ഓളം രജിസ്ട്രേഷൻ ഭിന്നശേഷിക്കാർക്ക് കഴിഞ്ഞ്, അതായത് മറ്റു ഡിസ്ട്രിക്റ്റിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്നും കർണാടകയിൽ നിന്നും രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. ഈ വരുന്ന 26 നടക്കുന്ന മഹാസംഗമം അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആത്മാവിൻ്റെ പ്രാർത്ഥിക്കുകയും ഞങ്ങളെല്ലാവരും ഇന്ന് വളണ്ടിയേഴ്സ് മീറ്റിംഗ് ആണ്. നൂറുകണക്കിന് ആളുകൾ ഇവിടെ വെച്ച് കൂടിയിട്ടുണ്ട്. 200ഓളം വളണ്ടിയേഴ്സ് സേവനവുമായിട്ട് ഭിന്നശേഷിക്കാർക്ക് അവർക്ക് കിട്ടുന്ന ഒരവസരമാണ്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ സഹോദരന്മാരും ഇതിൻ്റെ താഴെ കൊടുക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. ഇനി ആരെങ്കിലും ഭിന്നശേഷി മക്കൾ രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് ഈ 26 ഈ പരിപാടിക്ക് എല്ലാവരും എത്തണമെന്ന് വളരെ താഴ്മയോടെ. ഇതിന്റെ ഭാഗമായി പരിപാടി വിജയമാക്കുന്നതിന് വേണ്ടി MPM ഓഡിറ്റോറിയത്തിൽ കൂടിയ വളണ്ടിയർ മീറ്റിംഗിൽ സക്കീർ തമ്മനം സ്വാഗതം പറഞ്ഞു. 31,000 രൂപ നമ്മുടെ സ്റ്റേജിൻ്റെ ലൈവ് അടക്കം 31,000 രൂപ. ആ 31,000 രൂപ ആളങ്ങൾ പറയണ്ട, അത് ഞാനും പഠിച്ചു മതി എന്ന് പറഞ്ഞിട്ട് തന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളെ പേര് നമ്മുടെ പറഞ്ഞില്ല. അവിടെ 31,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അസീസ്ക്കും പിന്നെ സെഫീക്കും കൂടി പിരിച്ച പൈസ 22,000 രൂപ ഇവിടെ ഓരോ വ്യക്തികളെ കണ്ടു. 3 നോട്ട് ചെയ്യുന്നു പൈസൻ്റെ. പിന്നെ സിറാജ് ഖാൻ്റെ കെയർ ഓഫിൽ പെട്രോൾ പമ്പിൽ നിന്ന് ഒരു 5,000 രൂപ നമ്മൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ പിരിച്ചെടുത്ത പൈസ 13,000 രൂപ. ഇന്ന് മുന്തസ്സെൻ്റെ കയ്യിൽ ഏൽപ്പിച്ച 1,000 രൂപ. ഇത്രയും ക്യാഷാണ് ഇവിടെ കിട്ടുന്നത്. ഇനി 1 ലക്ഷം ഉൾപ്പെടെ അടുത്തതാണ്. എന്ത് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ പുറത്തുനിന്ന് പോലും രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് കോയമ്പത്തൂർ ഫൈസൽ നെല്ലിക്കുഴി അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ വിജയത്തിനു വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ട്രസ്റ്റ് ചെയർമാൻ മുസ്തഫ കലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സിറാജ് തമ്മനപ്പള്ളി മാലിന്റെ സെക്രട്ടറി സലീം, കെയർ ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് ബദരിയ, അബ്ബാസ് ആലുവ, വളണ്ടിയർ ക്യാപ്റ്റൻ ഷെഫീഖ് തമ്മനം, വനിതാ വളണ്ടിയർമാരുടെ പ്രധാന ചുമതല വഹിക്കുന്ന മുംതാസ് ഷറഫ് കലൂർ, സുമതി തൃശൂർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. അതിന് മേലെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 5 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളൂ. നിങ്ങളുടെ എന്തിനും കഴിയുമെങ്കിൽ 1000 രൂപ വെച്ചിട്ടുള്ള ഒരു 10 ആളോ അല്ല 500 രൂപ വെച്ചിട്ടുള്ള 10 ആളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ട ഞാനും ഉസ്താദ് എവിടെയെന്ന് വെച്ചാൽ വരാം. രാത്രിയായാലും പകലായാലും ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഇത്ര ദിവസം ഉണ്ടാകുന്നില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമല്ലോ. ഈ പ്രസ്ഥാനത്തിൻ്റെ സംഘടനയുടെ വലങ്കയും ഇടക്കയുമാണ്. നിങ്ങളെല്ലാം അന്ന് വന്നു പോകുന്ന ആളുകളാണ് പറഞ്ഞതല്ല. നടത്തി അത് സെറ്റ് ചെയ്യേണ്ട ആളുകളാണ്. ഞങ്ങളുടെ പുറത്തുള്ള ആളുകൾ കയറും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.